ഇപ്പോൾ അതിഥിയായി ശ്രീ ഷാബു പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷാബു പ്രസാദ്, വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇങ്ങനെയൊരു പ്രതികരണം എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അദ്ദേഹം ഇപ്പോൾ അല്പം മുമ്പാണ് അതിലുള്ള വിശദീകരണവും നൽകിയത്. ഇതെങ്ങനെ ആടി ഉലയുകയാണ് നിലമ്പൂരിലെ ജനവിധിയെ? എം വി ഗോവിന്ദൻ ഇതൊരു സാധാരണ ഒരു ഇന്റർവ്യൂ, നോർമൽ ടൈമിൽ ഒരു ഇന്റർവ്യൂ പോലെ ഒരു നിമിഷം അദ്ദേഹം ഇതൊരു തെരഞ്ഞെടുപ്പ് സമയമാണ്, തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് എന്ന ആ ഒരു വസ്തുത ഒരു നിമിഷം മറന്നുപോയി എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയായിരിക്കാം. അതായത് ജനസംഘമെന്നോ അല്ലെങ്കിൽ ജനതാ പാർട്ടി എന്നോ അല്ല, RSS എന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വസ്തുത തന്നെയാണ്, അതിൻ്റെ അകത്ത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. കാര്യം അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരായി ആ കാലഘട്ടത്തിൽ അവിടെ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. ഈ ജനതാ പാർട്ടി അന്ന് BJP ഇല്ല. നമ്മുടെ റെജിലൂക്കോസൊക്കെ പറഞ്ഞു ശരിയാണ്, അന്ന് BJP ഇല്ല. BJPയുടെ പൂർവികനായ ജനസംഘമാണ്. ആ ജനസംഘം കൂടി ചേർന്നാണ്, ജനസംഘമായിരുന്നു ഈ ജനതാ പാർട്ടിയുടെ അതിശക്തമായ ഒരു ഘടകം. ആ ജനസംഘത്തിന് വേണ്ടി, ആ ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിച്ചത് RSS കേഡറുകളാണ്. അങ്ങനെ ഇവിടെ കേരളത്തിൽ അങ്ങനെ CPM-ഉമായിട്ടും സഹകരിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇപ്പൊ RSS-നെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിന്റെ മൊത്തമായ ഉപകാരത്തിന് വേണ്ടി, നല്ല കാര്യത്തിന് വേണ്ടി ആരുമായിട്ടും ഒരു പൊളിറ്റിക്കൽ അപ്പാർത്തൈഡും RSS-നും BJP-ക്കും ഒന്നും ആരോടുമില്ല. ആ സമയത്തെ സാഹചര്യം, ആ സമയത്തെ മുമ്പിലുള്ള യാഥാർത്ഥ്യം, വെല്ലുവിളി എന്താണോ അതിനെ നേരിടാൻ വേണ്ടി സഹകരിക്കും. ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഇപ്പൊ ഇവരിങ്ങനെ കിടന്ന് വാതരുത്. നമ്മൾ അത്രയൊന്നും പോകണ്ടല്ലോ, 75-ലേക്കും 89-ലേക്കും ഒന്നും പോകണ്ടല്ലോ. അത് കഴിഞ്ഞ് തോന്നുന്നു 91-ലെ ഇലക്ഷനില് ഇവിടെ UDF ആയിട്ട് സഹകരിച്ചിട്ടില്ലേ? ഇവിടെ കോലീബി സഖ്യം എന്ന് പറയുന്ന ഒരു വാസ്തവമായിരുന്നില്ലേ? അത് വളരെ, അതായത് ബേപ്പൂരും വടകരയും രത്നസിംഗിനെയും. ഷാബു പ്രസാദ്, ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് CPM-ന് അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന മോഡിൽ ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണമെങ്കിൽ സാധിക്കും. പക്ഷേ ഇത് ഈ അടിയന്തരാവസ്ഥ കാലത്തെയൊക്കെ ന്യായീകരിക്കുക അല്ലെങ്കിൽ ഒരു ഡിഫൻസ് മോഡിലേക്ക് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ടോ? അതൊക്കെ അവരെ എടുത്ത് പ്രയോഗിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഞാനത് ആലോചിക്കുന്നത് ഇവരാകും ഈ ഗോവിന്ദൻ മാഷൻ ഈ പറഞ്ഞ ഇത് ഒരു വലിയ ഒരു ഇടുത്തി പോലെ ഇവരുടെ മുഴുവൻ ഇതിലിങ്ങനെ വീണ് നിൽക്കുകയാണ്. കാര്യം കോലീബി സഖ്യം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമുക്കൊക്കെ ഓർമ്മയുള്ള കാര്യമാണ്. അഭിലാഷിന് ഓർമ്മയില്ലേ? അതേസമയം ഈ 75-ലെ എഴുത്തൊക്കെ ആർക്കെങ്കിലും ഇന്നത്തെ ഏതെങ്കിലും ജനറേഷൻ ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുള്ള ജനറേഷൻ എത്രയുണ്ട് ഇപ്പൊ ഇവിടെ? എന്നാൽ കൺമുമ്പിലുള്ള കാര്യമാണ്. അതുപോലെ ഇവർക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇവരാകപ്പാടെ അന്തം വിട്ടുപോയി എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ഈ സന്ദർഭത്തിൽ കാര്യം അദ്ദേഹം വേറൊന്നുമില്ല, അദ്ദേഹം പറഞ്ഞു. പിന്നെ ഈ അദ്ദേഹത്തിന്റെ ഈ സത്യസന്ധത എന്നൊക്കെ ഇത് ഓർത്തിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും പറയില്ലായിരുന്നു. അദ്ദേഹം സത്യസന്ധമായിട്ട് പറയുന്നത്, കള്ളം പറയാനൊന്നും ഒരു മടിയില്ലാത്തവരാണ്. ഞങ്ങൾ RSS-ഓട് സഹകരിച്ചിട്ടേ ഇല്ല, ഒരൊറ്റ വാക്ക് അഭിലാഷിന്റെ ഇതിന്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അങ്ങനൊന്നും പറയാൻ ഒരു മടിയുള്ള ആളല്ല ഗോവിന്ദൻ മാഷ്. പക്ഷേ അദ്ദേഹത്തിന്റെ വായി അങ്ങ് വീണു പോയതാണ്. ഇത് ഓർത്തിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സത്യസന്ധത ഇങ്ങനെ അറിയാതെ വീണു പോകുന്നതാണത്. മറ്റൊരു ഡയമെൻഷൻ കൂടിയുണ്ടല്ലോ, മറ്റൊരു ഡയമെൻഷനാണ് ഇപ്പോൾ കോൺഗ്രസ് കാര്യങ്ങളെ കാണുന്നത്. അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ നിലമ്പൂരിലെ BJP അനുകൂല വോട്ട്, ആ വോട്ട് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന, അങ്ങനെ ആലോചിച്ച് ഉറപ്പിക്കാത്തൊരു പ്രസ്താവനയല്ല. പക്ഷേ എം വി ഗോവിന്ദൻ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഉറച്ച വാക്കുകളിൽ RSS സഹകരണം എന്ന് പറയുന്നു. പക്ഷേ ഇന്നപ്പോൾ രണ്ടടി പിന്നോട്ട് പോയാണ് ഇപ്പോൾ കാര്യങ്ങളെ വിശദീകരിക്കുന്നത്. ഈ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണമുണ്ടല്ലോ, നിലമ്പൂരിൽ RSS-മായി ബന്ധപ്പെട്ട, BJP-യുമായി ബന്ധപ്പെട്ട വോട്ട്, അങ്ങനെ ഒരു മറുഭാഗം കൂടി ചിന്തിക്കേണ്ടതുണ്ടോ? ഇല്ല, BJP-ക്ക് കിട്ടാനുള്ള വോട്ട് എന്തായാലും ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ അകത്ത് BJP-ക്ക് നമുക്കറിയാം ചില യാഥാർത്ഥ്യങ്ങളായിട്ട് തന്നെ കാണണം. പൊതുവെ ഇവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇങ്ങനെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്ന ആൾ മരിക്കുക, അല്ലെങ്കിൽ ഇതേപോലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് അവരുടെ പ്രസൻസ് അറിയിക്കുക എന്നുള്ളതിനപ്പുറം വലിയ കാര്യം കഴിയുന്നത്ര ചെയ്യുക എന്നുള്ളതിനപ്പുറം അപ്പോൾ BJP-ക്ക് കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത് 100% BJP-യുടെ ആ ഒരു കേഡർ വോട്ടുകളും ഉറപ്പുള്ള വോട്ടുകളാണ്. അതെങ്ങും പോകില്ല. BJP-യുടെ വോട്ട്, BJP-ക്ക് കിട്ടേണ്ട വോട്ടുകളെന്ന് കാര്യം ഒരു പൊതുതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം, ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം രണ്ടും രണ്ട് തന്നെയാണത്. അത് നമ്മൾ മറച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ അംഗീകരിക്കാതിരുന്നിട്ടോ കാര്യമൊന്നുമില്ല.